അങ്ങനത്തെ ഒരു 5-6 വാങ്ങുകയാണെങ്കിൽ നമുക്ക് വിശപ്പില്ലാണ്ട് പിടിച്ചു വയ്ക്കാൻ പറ്റും. വയറ് നിറയുന്ന പറയുന്നില്ല, പക്ഷേ വിശപ്പില്ലാണ്ട് പിടിച്ചു വയ്ക്കാൻ പറ്റും. ഗൈസ്, സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഇത് തായ്ലൻഡ് ബോർഡറിലുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. പക്ഷേ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത്ര ഒരു ഇതല്ല, നമുക്ക് ഉറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരുപാട് ക്രൗഡൊന്നുമില്ല. ആൾക്കാർ രണ്ടാളും കൂടി ഉണ്ട്, അതാ സമാധാനം. ഒറ്റയ്ക്കാണെങ്കിൽ ആരെയും പിടിച്ചുകൊണ്ട് പോയാലോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ബാങ്കോങ്ങിൽ നിന്ന് മെയ്സോട്ടിലേക്ക് പോവാട്ടോ. അതായത് മ്യാൻമർ ബോർഡറിലേക്ക് പോവാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ പോകുന്നത് ബസ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്ളോഗായിരിക്കും കേട്ടോ ഇന്ന് ചെയ്യുന്നുണ്ടാവുക. ഞാനിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്ന കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവിടുന്ന് മെയ്സോട്ടിലേക്ക് ഏകദേശം 452 തായ് ബാത്താണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 1000 rupees, അറൗണ്ട് 1100 ആ ഒരു റേഞ്ചിൽ. 452 ഗൈസ്, ടിക്കറ്റ് കിട്ടി. 8:30 കേട്ടോ. ഉള്ളിൽ കയറി നോക്കാൻ പറഞ്ഞു. 20 ആണ് പ്ലാറ്റ്ഫോം അല്ല, ഗേറ്റ് 20 കേട്ടോ പറയുന്നത്. ചെറിയ എന്തെങ്കിലും ഫുഡ് വാങ്ങാൻ ചേട്ടാ കൊണ്ടുവരും. അങ്ങനത്തെ ഐറ്റംസ്. ഇത് നെല്ലിക്ക് എന്തോ ഒരു സാധനമാണ്. 30 ബാത്തേലും ചീസ. ഇന്നത്തെ എന്താ മുന്തിരി സിംഗുമാണ്. 10 മണിക്കൂർ ട്രാവൽ കേട്ടോ. 5:30 അവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഏകദേശം ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം ഒരു 350 കിലോമീറ്ററും കൂടി പോകണം. വൈകുന്നേരം 5 മണിക്കൊക്കെ അവിടെ എത്തും. പിന്നെ ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ചിലപ്പോൾ മിയോസോട്ടിൽ നിന്നും ക്രോസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ അവിടെ തന്നെ പോയി നോക്കാം. എന്നിട്ട് കംബോഡിയ ഞാനിപ്പോൾ ചെറിയൊരു ഫുഡാട്ടോ കഴിക്കുന്നത്. ഇത് ഫസ്റ്റ് ഞാൻ വിയറ്റ്നാമിൽ വാങ്ങിയ ഒരു ഐറ്റം. എന്താണെന്ന് പറഞ്ഞോടെ എന്തായാലും സാധനം വലിയ കുഴപ്പം. ഏകദേശം 5.5 മണിക്കൂറായി. അപ്പോൾ എല്ലാവരും നല്ല ഒക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് ഫുഡും കേട്ടോ. മിയസോട്ട് ബസ് സ്റ്റേഷനിലെത്തിട്ടോ. 5:40 എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. വലിയൊരു ഇതൊന്നും കാണുന്നില്ല, പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും നമ്മൾ നോക്കുക. വലിയ മ്യാൻമറുമായിട്ട് ഭയങ്കര ഫൈറ്റാണ്, അതാ മെയിൻ ഇഷ്യൂ. ഞാനിപ്പോൾ ചെറുതായൊരു ഫുഡും കൂടി കഴിക്കുക കേട്ടോ. ഫുഡ് 20 ബാത്തായി. പിന്നെ ഇയാൾ പറഞ്ഞ ബോർഡർ ഓപ്പൺ ആണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, പോകാനൊക്കെ പറ്റുമെന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ, എന്തായാലും പോയി നോക്കുക. അപ്പോൾ എൻ്റെ ഫോണിലത്തെ ചാർജൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ ബസ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ കൊടുത്താണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും കേട്ടോ. നാളെ രാവിലെ ചിലപ്പോൾ ബോർഡർ ഓപ്പൺ ആവും, വന്നപ്പോൾ മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ ഇവിടെ ബസ് സ്റ്റേഷനിലൊക്കെ ചോദിച്ചു നോക്കി, ഒരു പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നാളെ രാവിലെ പോകണം. ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 5:50 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിട്ട് കാര്യമില്ല, കുടുങ്ങും. ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോഴും വാങ്ങുന്നത് കബാബ് തന്നെ കേട്ടോ. ഈ ടൈപ്പ് കബാബ് തന്നെയാണ്. എനിക്ക് ഏകദേശം ഒരു 10 ബാത്ത് 5 ബാത്തൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു 25 റുപ്യ ഒന്നിന്. ഇതൊന്നിന് 12 റുപ്യ. അങ്ങനത്തെ ഒരു 5-6 വാങ്ങുകയാണെങ്കിൽ നമുക്ക് വിശപ്പില്ലാണ്ട് പിടിച്ചു വയ്ക്കാൻ പറ്റും. വയറ് നിറയുന്ന പറയുന്നില്ല, പക്ഷേ വിശപ്പില്ലാണ്ട് പിടിച്ചു വയ്ക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഓക്കെയാണ്. ഗൈസ്, സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഇത് മിയസോട്ട് ബസ് സ്റ്റാൻഡാണ്. അതായത് തായ്ലൻഡിനും മ്യാൻമറിനും ഇടയിലല്ല, തായ്ലൻഡ് ബോർഡറിലുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. പക്ഷേ ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത്ര ഒരു ഇതല്ല, നമുക്ക് ഉറങ്ങാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരുപാട് ക്രൗഡൊന്നുമില്ല, ആൾക്കാരും 2-3 ആൾക്കാരങ്ങനെ അവിടെ ഉറങ്ങുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സേഫാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അന്ന് വിചാരിക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ നാളെ മ്യാൻമറിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ബോർഡർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു 6:30 ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ 8:30 ക്ലോസ് ചെയ്യാമെന്നൊക്കെയാണ് കണ്ടത്. പക്ഷേ ഇവിടെ എത്തിയോക്കിയപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ പോയിട്ട് കാര്യമല്ല, ക്ലോസ് ആയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ തന്നെ അങ്ങ് നിന്നാണ്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു നാളെ നേരം വെളുക്കുന്നവരെ നമുക്ക് ഇവിടെ നിൽക്കാം. ഞാനിവിടെ റൂം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂം എടുത്താൽ സീന് നല്ലൊരു പേയ്മെൻറ്റ് പോകും. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ നാട്ടിലൊരു 900,000 ആ ഒരു റേഞ്ചിൽ എന്തായാലും ഒരു നൈറ്റിലേക്ക് പേയ്മെൻറ്റ് പോകും. അതുണ്ടെങ്കിൽ എനിക്ക് കുറേ ദിവസം ഫുഡ് കഴിക്കുക അതിനെക്കൊണ്ട് അത് ഒഴിവാക്കി. ഇത് കുഴപ്പമില്ല, ഇത് ഓൾമോസ്റ്റ് സേഫാണ്. ഇവിടെ പിന്നെ സെക്യൂരിറ്റീനോടൊക്കെ ചോദിച്ചു, ഓലൊക്കെ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, സേഫാണ്, സീനൊന്നുമില്ല. പുറത്തായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പണി വന്നത് എന്താ അറിയോ,
ഇതിപ്പോൾ അവർ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലെങ്ങനെ പോകാൻ പറ്റും, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ശരിക്കും ഒരു 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 8:30 ശേഷം ബസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരും ഉണ്ടാവില്ല. അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഫുഡ് കിട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ഈ തട്ടുകട അതുപോലെ ഹോട്ടൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് ഏറ്റവും വലിയൊരു മൈനസാണ്. ഇപ്പോൾ ഫുഡ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അപ്പുറം എവിടെ പോകണം, മെസോട്ടിൻ്റെ അപ്പുറത്തൊരു ബോർഡർ ആ ഭാഗത്ത് കുറച്ചുകൂടിയും ആൾക്കാരുണ്ടാവും. പക്ഷേ ഏകദേശം ഒരു 4 കിലോമീറ്ററിന് അടുപ്പിച്ചെങ്ങാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നാളെ നേരം വെളുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഫുഡ് കഴിക്കുക. അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാൻ പിന്നെ നേരത്തെ നല്ലോണമൊന്നും കഴിച്ചിട്ടുമില്ല. ചെറുതായിട്ട് ആ ഒരു കബാബ് ടൈപ്പില്ലേ അതന്നെ. രണ്ടാളും കൂടി ഉണ്ട്, അതാ സമാധാനം. ഒറ്റയ്ക്കാണെങ്കിൽ ആരെയും പിടിച്ചുകൊണ്ട് പോയാലോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ഗൈസ്, ഞാനിപ്പോൾ ബോർഡറിലേക്ക് പോവാം കേട്ടോ. ബോർഡറിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും നടത്താം. ഈ 3000 കിലോമീറ്ററൊക്കെ നടക്കുന്ന പോലെ എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമ്മൾ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഗോ ദേർ. പിന്നെ നമ്മുടെ പ്ലാൻ എന്താ അറിയോ? ഞാൻ ചിലപ്പോൾ മ്യാൻമറിൽ പോയിട്ട് ഈ ഒരു സെയിം ബോർഡറിൽ കൂടി തന്നെ ബാക്ക് ടു തായ്ലൻഡിലേക്ക് തന്നെ വരും. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് തായ്ലൻഡ് എത്തിയതിന് ശേഷം ഡയറക്റ്റ് മ്യാൻമറിൽ പോവുക, മ്യാൻമറിൽ നിന്ന് പിന്നെ ലാവോസിലേക്ക് പോകാനായിരുന്നു. പക്ഷേ ലാവോസിലേക്ക് ഒരു ബോർഡർ ഉണ്ട്, അത് ഓപ്പൺ ആണ്. പക്ഷേ ലോക്കൽസിന് മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റൂ, ഫോറിനേഴ്സിന് അലൗഡ് അല്ല. അപ്പോൾ അതൊരു ടാസ്ക്കാണ് അങ്ങനെ പോകുന്നത്. എന്തായാലും പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ബാക്ക് ടു എങ്ങോട്ട് തന്നെ വരും. മ്യാൻമർ വിസിറ്റ് ചെയ്തതിന് ശേഷം തായ്ലൻഡ് തന്നെ വരും. എന്നിട്ട് പിന്നെ ലാവോസ് പോവും. ലാവോസ്, വിയറ്റ്നാം, കംബോഡിയ, ദെൻ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ 3 വട്ടം വിസിറ്റ് ചെയ്യും. പക്ഷേ വിസ ഫ്രീ ആണ്. നമുക്ക് ക്യാഷ് ചിലവൊന്നും ആവില്ല എന്ന് വിചാരിക്കുക. പക്ഷേ അവിടെ എക്സിറ്റ് അടിക്കുമ്പോൾ, ലാൻഡ് ബോർഡറിൽ എക്സിറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളമാണ് എങ്ങനെയാണെന്നൊക്കെ. ഗൈസ്, ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടിയല്ലോ കേട്ടോ. പിന്നെ ഇത് ക്യാമറയിൽ കാണും പോലെയല്ല, ശരിക്കും അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ക്യാമറയിൽ നല്ല ക്ലൗഡായിട്ടാണ് കാണുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ചെറിയൊരു മീൽ വാങ്ങിക്കും. അപ്പോൾ ഇതിന് ഇവിടെ 30 ബാത്ത് കേട്ടോ. ചെറിയ ഫുഡാണ്. 30 ബാത്ത് എന്ന് പറയുമ്പോൾ 50. പിന്നെ ഇത് ഒരു ലിച്ചിയും വാങ്ങിക്കും. ഗൈസ്, ഇവരെ ആട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക കേട്ടോ. ഞാനിവിടെ ടാക്സ് ഇമിഗ്രേഷനിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞ് ഇല്ലല്ല ഇവിടെ അല്ല പറഞ്ഞത്, ഇന്ത്യൻസ് അപ്പറാ പോകേണ്ടി. ആടുന്ന് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ, ഇവിടെ അല്ല അങ്ങോട്ടാണ് പോകേണ്ടി. പിന്നെ ഒരുത്തൻ പറഞ്ഞു ഇവിടെ തായ്ലൻഡ് മ്യാൻമറൈസിന് മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റൂ, ഫോറിനേഴ്സിന് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് കണ്ടു പോരാന്ന്, ബോർഡർ വേണമെങ്കിൽ കണ്ടു പോരാ, അത്രേ പറ്റൂ. ഇപ്പോൾ മ്യാൻമർ തായ്ലൻഡ് മിയസോട്ടിലുള്ള ബോർഡറിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അതും ക്ലോസ് ആണ്, പോകാൻ പറ്റൂല. അപ്പോൾ ഞാനിപ്പോൾ 3-ാം വട്ടമാണ് മ്യാൻമറിലോട്ട് ബൈ റോഡ് പോകാൻ നോക്കുന്നത്. 3 ബോർഡറും ക്ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഏത് രാജ്യത്തോട്ട് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം മാത്രം പോകാൻ നോക്കുക. ഓക്കെ, എനിക്ക് കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എല്ലാം അറിയാമെന്നല്ല. പക്ഷേ അതിപ്പോൾ മാറി കിട്ടി. കാര്യം എനിക്ക് ഏകദേശം വിസയുടെ കാര്യങ്ങൾ കറക്റ്റ് അറിയാം. ഓരോ രാജ്യത്ത് കയറുമ്പോൾ ഓണറൈവൽ വിസ, ഫ്രീ വിസ, അതൊക്കെ എങ്ങനെ കിട്ടുന്നതെന്ന് കറക്റ്റ് അറിയാം. പക്ഷേ ബോർഡർ ഓപ്പൺ ആവുന്നുണ്ടോ, നമുക്ക് പാസ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു കാര്യം മാത്രം അറിയാൻ പറ്റൂല. ഇപ്പം നമ്മൾ ഗൂഗിൾ നോക്കുമ്പോൾ ഈ ഒരു ബോർഡർ ഓപ്പൺ ആണ്. ഓക്കെ, മിയസോട്ടിലുള്ള ബോർഡർ ഓപ്പൺ ആണ്. തായ്ലൻഡിൽ നിന്ന് മ്യാൻമറിലോട്ട് പോകാൻ പറ്റും. പക്ഷേ അത് തായ്ലൻഡ് സിറ്റിസണും മ്യാൻമർ സിറ്റിസണും മാത്രമേ പോകാൻ പറ്റൂ. ഓക്കെ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് പോകാൻ പറ്റൂല. അപ്പോൾ അത് നമുക്ക് എവിടെയും കാണാൻ പറ്റൂല. ഓക്കെ, ഗൂഗിൾ തപ്പി നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ആൾക്കാരോട് ചോദിക്കുക, ഇപ്പോൾ കയറാൻ പറ്റുന്ന കേസാണോ, അങ്ങനെ മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. മ്യാൻമർ ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനി വിസിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇനി തായ്ലൻഡിൽ നിന്ന് ഡയറക്റ്റ് ലാവോസിലേക്ക് പോവുക. ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, ഈ പറയുന്ന 3 കൺട്രീസും പെട്ടെന്ന് കവർ ചെയ്യുക. എന്നിട്ട് ബാക്ക് ടു തായ്ലൻഡ് ടു മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ. മ്യാൻമർ നമുക്ക് ലാസ്റ്റ് എങ്ങാനും നോക്കാം. 9 കൺട്രീസ് എന്നുള്ള 8 കൺട്രീസായി ചുരുക്കേണ്ടി വരും. ഗൈസ്, 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും. എൻ്റെ അമ്മോ, രാവിലെ തന്നെ ശീലമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ കുഴപ്പമില്ല,
ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്, സീനൊന്നുമില്ല. പിന്നെ ആ ഇമിഗ്രേഷൻ ഓഫീസർ നല്ലൊരു മനുഷ്യനാട്ടോ. മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ ബോർഡർ ഓപ്പൺ ആക്കി, ഈ ബോർഡർ ക്ലോസ് ആയിരിക്കും. അങ്ങനെ മ്യാൻമറിലോട്ട് തായ്ലൻഡിലേക്കുള്ള എല്ലാ ബോർഡേഴ്സും ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടാവും ഫോറിനേഴ്സിന്. കാര്യം അവിടെ കുറച്ച് സിവിൽ വാർ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ, ആ കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു തന്നെ. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി ലാവോസിക്ക് പോയിക്കോളാൻ പറഞ്ഞു. ലാവോസിലാണെങ്കിൽ വലിയ സീനില്ല, എന്നിട്ട് റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി. അങ്ങനെ ബസ് സ്റ്റേഷനിലെത്തിയിട്ടോ, 4 കിലോമീറ്റർ. ഇനി എന്തായാലും ഒന്ന് ഫ്രഷ് ആവുക, എന്നിട്ട് അടുത്ത ബസ് നോക്കുക, ബാങ്കോങ്ങോ അല്ലെങ്കിൽ ലാവോസിലേക്കുള്ള ബസ്സോ. ഇനി അടുത്ത പരിപാടി എന്താ അറിയോ, ഇവിടെ ബസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഫാമിലിക്ക് വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു വെള്ളം കുടിക്കുകയാണ്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ഇവിടുന്ന് നേരെ നമ്മൾ ഷിങ്റായ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാം. മേഴ്സോട്ടിൽ നിന്ന് അങ്ങനെ പോയിട്ട് അവിടുന്ന് ഈ ഷിങ്റായിൽ നിന്ന് നമുക്ക് ലാവോസിലേക്ക് ബസ് കിട്ടും, അല്ലെങ്കിൽ ബസ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉണ്ട്, അപ്പോൾ അതുവഴി പോവാം. ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം 2 വട്ടം ഞാൻ മൂജിപ്പോയ അയിമല. കാര്യം ഒന്ന് ഇന്ത്യ മ്യാൻമർ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉണ്ട്, അതിൽ കയറാൻ പറ്റിയില്ല, മണിപ്പൂരിൽ നിന്ന് തിരിച്ചു വിട്ടു. ഓക്കെ, ഇപ്പോൾ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇപ്പോൾ തായ്ലൻഡ് മ്യാൻമർ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ, അവിടേക്ക് പോയി നോക്കി. അവിടേക്ക് അവർ പറഞ്ഞു പോകാൻ പറ്റും, പക്ഷേ മ്യാൻമർസിനും തായ്ലൻഡ്സിനും മാത്രമേ ഉള്ളൂ, ഇന്ത്യൻസിന് പോകാൻ പറ്റൂല. അവിടെ നിന്നും തിരിച്ചു വിട്ടു. അപ്പോൾ എനിക്കിത് ചെറിയൊരു കാര്യമല്ല, കാര്യം കുറേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടാക്കി. പിന്നെ പാകിസ്ഥാൻ വിസ 2 വട്ടം ആപ്ലിക്കേഷൻ കൊടുത്തു, 2 വട്ടം പോയി. അത് വിസ അല്ല കേട്ടോ, കർത്താപ്പൂരേക്ക് പോകുന്നത്. എല്ലാവരും പോകുന്ന സ്ഥലമാണ്, അവിടേക്കാണ് എനിക്ക് റെഫ്യൂസൽ കിട്ടുന്നത്. പിന്നെ അറിയാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും പക്ക ഫെയിലിയർ ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി, നിങ്ങൾ ഡെസ്പായി നിൽക്കുന്നുണ്ടെങ്കിൽ, നിരാശരായി നിൽക്കുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് ഈ അടുത്തിടെയായിട്ട് കംപ്ലീറ്റ് ഫെയിലിയറാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ അമേരിക്കയിൽ പോകാൻ അമേരിക്ക ഡ്രീം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7 ഇയേഴ്സോളം കഴിഞ്ഞു. എന്ന് വെച്ചാൽ 7 വർഷത്തിന് മുകളിലായി. എനിക്ക് കോളേജിൽ നിന്ന് തുടങ്ങിയൊരു ഡ്രീമായിരുന്നു, പക്ഷേ എന്തോ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിനിടയ്ക്ക് UK പോയിട്ട്, UK സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട്, പിന്നെ അവിടുന്ന് അമേരിക്കയിൽ പോകാനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അതും അപ്പോൾ ക്യാഷിന് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് അവിടുന്ന് അമേരിക്കൻ വിസ റെഫ്യൂസലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതും വിട്ടു. പിന്നെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് 2.5-3 വർഷത്തോളം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിൽ ഏകദേശം 250ഓളം വീഡിയോസ് അപ്ലോഡ് ചെയ്തു. കുറേ കൺട്രീസിൽ പോയി വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്നിട്ടും ഇപ്പോഴും റീച്ചില്ല. പിന്നെ ലവ് ഫെയിലിയറോട് കൂടിയാണ് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഏകദേശം എന്താ പറയുക തകരാൻ തുടങ്ങി. ഇപ്പോൾ കമ്പനി ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏകദേശം മൊത്തം എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ കുറച്ചൊരു പിടുത്തമുണ്ട്, ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ വിസയുടെ കേസിലില്ലേ, നമ്മൾ ഇതിനിടയ്ക്ക് ചില വർക്ക് വിസാസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലോണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൈമിൽ പോലീസ് കേസ് രൂപത്തിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ FIR ഒന്നുമില്ല, ജസ്റ്റ് ഒരാൾ പണി തന്നാണ്, ജസ്റ്റ് ഒരു പേരുണ്ടാക്കുക. ഓക്കെ, ഇയാളെ പേരിലൊരു പോലീസ് കേസ് ഉണ്ടായിരുന്നു, ഒരു പോലീസ് വന്ന് നോക്കിയെന്നൊക്കെ പറയുകയാണെങ്കിൽ കമ്പനി നല്ലോണം ഇതായി പോവുമല്ലോ, ഡിസ്ട്രോയ്ഡ് ആയി പോവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ പ്രായം കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല ഒരുവിധ മേഖലയിലൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്നാലൊന്നും ഒരു കുഴപ്പമില്ല, നമ്മളിങ്ങനെ തന്നെ ജീവിച്ചു പോവുക, ഒരു സീനുമില്ല.